നമ്മുടെ ഓട്ടോ ചേട്ടൻ രാവിലെ തന്നെ കട്ടക്കലിപ്പിലാണ്. അതുപോലെ മാസ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൽ രണ്ട് സൈഡിലും കൂടെ വണ്ടി പോകേണ്ടതാണ്. പക്ഷേ ഒരു സൈഡിൽ കൂടെ മാത്രം വണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചേട്ടൻ ആ വണ്ടി നിർത്തി ഒരു സൈഡിൽ കൂടെ വിട്ടിട്ടാണ് ചേട്ടൻ ഞങ്ങൾ ടോൾ ഗേറ്റിൽ ഡ്രോപ്പ് ചെയ്തത് കേട്ടോ. എന്തായാലും ഭാഗ്യത്തിന് ബസ് 1 hour ലേറ്റായിരുന്നു. 1:50 വരാനുള്ള ബസ് 2:50 എത്തിയത്. അങ്ങനെ ഞാൻ ബസ്സിനകത്ത് കയറുകയാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് സീറ്റ് നമ്പർ പറഞ്ഞപ്പം ചേട്ടൻ ഒരു കുപ്പി വെള്ളവും തന്നിട്ട് അകത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ആദ്യമേ കണ്ടത് 2 കാലാണ് കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ സീറ്റ് നമ്പർ തേടി നടന്നു. നല്ല കൊക്കൂൺ കണക്കത്തെ സ്പേസാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ എൻ്റെ അപ്പുറത്തായതുകൊണ്ട് ഞാൻ കയറി കിടക്കുകയാണ്. സ്വാമി അയ്യപ്പാണ് ബസ്സിൻ്റെ പേര് കേട്ടോ. ഞാൻ മാളിൽ കയറി കിടന്ന് നമ്മൾ ഉറങ്ങുമ്പോൾ ആരും കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കേർട്ടനൊക്കെ ഇട്ട് ഞാൻ അടച്ച് മൂടുകയാണ്. രാവിലെ ആയതുകൊണ്ട് ആരും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കിടക്കുകയാണ്. മുകളിലോട്ട് നോക്കിയപ്പോൾ നല്ല ഈസി ആയിരുന്നു. പിന്നെ ചാർജ് കുത്തിയിടാൻ പ്ലഗ് പോയിൻ്റ് ഉള്ളത് കണ്ടപ്പോൾ സമാധാനം. ഇങ്ങനെ പതുക്കെ നേരം വെളുത്തു തുടങ്ങി. ഞാൻ കേർട്ടനൊക്കെ മാറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. 9 മണിയായപ്പോൾ തന്നെ ഞാൻ തൃച്ചിയിലെത്തി. 7 മണിക്ക് എത്തേണ്ട ആവശ്യം 9 മണിയായി. അങ്ങനെ ഒരു കടയിൽ കയറി ദോശയും സാമ്പാറും ചായയും കുടിച്ചു. ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയാണ് തൃച്ചിക്ക് പോയത്. അപ്പോൾ ആളിനെ കണ്ടു, സംസാരിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 1 മണിക്കൂറിനകം വെച്ച് തന്നെ ഇറങ്ങി. അപ്പോൾ 12:10 അടുത്ത ബസ് ഞാൻ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ. ന്യൂഗോന്നാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങിയ ചത്രം ബസ് സ്റ്റോപ്പിൽ തന്നെ തിരിച്ച് പോയി. ഞാൻ തൃച്ചി ചത്രം ബസ് സ്റ്റോപ്പിലാണ് വന്ന് ഇറങ്ങിയതും അവിടെ നിന്ന് തന്നെയാണ് ബസ് നെക്സ്റ്റ് ബുക്ക് ചെയ്തിട്ടും പോകുന്നത് കേട്ടോ. അപ്പം ന്യൂഗോയുടെ ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇലക്ട്രിക് ബസ്സാണ്, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ബസ്സിനകത്ത് കയറിയിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹായ് കാണിച്ചതാണ്. അപ്പം ബസ്സിനകത്ത് കയറിയിരുന്നു. പിന്നെ ബസ് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വിടുന്നതാണ് ഞങ്ങൾക്ക് കാണാവുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് സേലം കഴിഞ്ഞപ്പം ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. അങ്ങനെ ഞാനൊരു ജ്യൂസ് മാത്രം വാങ്ങിച്ചു. ഞാൻ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ കണ്ടക്ടർ ചേട്ടനും വന്ന് എൻ്റെ അടുത്ത് വന്ന് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ യോയോയും കലങ്ങളും ചട്ടികളൊക്കെയാണ്. ഇതൊക്കെ ആനന്ദ് ഭവനകത്ത് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. അവിടെ ഫുഡ് മാത്രമല്ല, ഇങ്ങനത്തെ സാധനങ്ങളും ഉണ്ട്, വിഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ബസ് ചാർജ് ചെയ്യുന്നത് ഞാൻ പോയി വീഡിയോ എടുത്തു. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം രാവിലെ 2 മണിക്കാണ് ബസ്സിൽ കയറിയത്. വെളുപ്പിന് 19-ാം തീയതി രാവിലെ 2 മണിക്ക് ബസ്സിൽ കയറിയതാണ്. പിന്നെ അപ്പം തന്നെ ഒരു 12-10 ഉച്ചയായപ്പോൾ തന്നെ അടുത്ത ബസ്സിൽ കയറി തിരിച്ച് ബാംഗ്ലൂരിലേക്കും വിട്ടു കേട്ടോ. 1 മണിക്കൂർ 1.5 മണിക്കൂറത്തെ ബിസിനസ് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അത്രയും ബുദ്ധിമുട്ടി ഒരു ദിവസം ട്രാവൽ ചെയ്ത് പോയിട്ട് വന്നത് അന്ന്. അങ്ങനെ ബാംഗ്ലൂർ ടു തൃച്ചി, തൃച്ചി ടു ബാംഗ്ലൂർ പോയിട്ട് വന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ രാത്രി 8:30 ആയപ്പോൾ തന്നെ ഇലക്ട്രോണിക് സിറ്റിയിൽ ബസ് കൊണ്ട് നിർത്തി. 19 രാത്രിയാണ് കേട്ടോ. അങ്ങനെ റാപ്പിഡോ ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.